അപ്പോൾ ഗായ്സ് നമ്മുടെ മക്രോണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിന്ന് നോക്കാം കേട്ടോ. പിന്നെ ചൂടുള്ള ചായയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമായിരിക്കും എന്ന് കരുതുന്നു. അപ്പൊ ഉമ്മച്ചി പറഞ്ഞു മാക്രോണി ഉണ്ടാക്കാൻ നിൽക്കാണ്. അപ്പൊ താത്ത പറഞ്ഞു അന്ന് അമ്മച്ചി ഞാൻ ഉണ്ടാക്കിക്കോളാം, നിങ്ങൾ എന്തൊക്കെ ഇടണ്ടേന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് കണ്ടുവന്നല്ലേ താത്ത എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ. അപ്പൊ ഗൈസ് നമ്മൾ മാക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചാൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഇനി ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് മാക്രോണി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് ഉമ്മച്ചി വെള്ളത്തിക്ക് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ മല്ലിച്ചപ്പ്, ക്യാപ്സിക്കം, വെള്ളിയുള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മാക്രോണി. അപ്പൊ നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മാക്രോണിക്ക് ആവശ്യമായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാക്രോണി തമ്മിൽ ഒട്ടിപ്പിടിച്ചാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് ഇളക്കണം കേട്ടോ, നല്ലോണം ഇളക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിച്ചു. താക്കണം കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണ്ടോ ഗൈസ്. താത്ത അമ്മച്ചി ഉണ്ടാക്കണൊക്കെ നല്ല രസം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഒന്നിച്ച് കൊളാക്കല്ലേ. അപ്പൊ നമ്മള് മാക്രോണി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഊറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ മാക്രോണിത്തെ വെള്ളമൊക്കെ നല്ലോണം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചു കേട്ടോ. ഇപ്പൊ നമുക്ക് നമ്മുടെ പാൻ അടുപ്പത്ത് വെക്കാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പൊ അതാ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. പക്ഷെ തീ കുറച്ചും പേരി പറഞ്ഞിട്ട് അമ്മച്ച് വേണ്ടാറതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെല്ലുള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായി കുരുപ്പിനായിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. മസാലക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം മാക്രോണിക്കുള്ള ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളി നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. നല്ലോണം ഗോൾഡൻ കളർ ആവുമെന്നും വേണ്ട കേട്ടോ. ഈ ഒരു കളറായ ഇനി ഈ സമയം നമുക്ക് ഇതിലോട്ട് കുറച്ച് തക്കാളി, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ തക്കാളി നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. കൊളാക്കല്ലേ, ഒന്നാളും ഉമ്മച്ചി ഉണ്ടാക്കിയതൊക്കെ നല്ല രസം തരും. നിജ് കൊളാക്കല്ലേ.
നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. മാക്രോണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി, ഇനി കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് പൊടി കുറച്ച് ഇടുന്നുള്ളൂ, കാരണം എരിവ് വേറെ അധികം തിന്നില്ല. ഇനി കുറച്ച് ജീരകപ്പൊടി, ഇനി കുറച്ച് ഗരം മസാല. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ഇനി ഈ ഒരു മസാല മാക്രോണിമൊക്കെ നല്ല കുടിച്ചാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മാക്രോണി ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് നമ്മുടെ മാക്രോണി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ മസാലയൊക്കെ നല്ലോണം മാക്രോണി നമുക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇടാം. മല്ലിയില ഇട്ടുകൊണ്ട് കുറേ നേരം ഒന്നും നിൽക്കണ്ട കേട്ടോ. കുറച്ച് നേരം വെച്ചുകൊണ്ട് നമുക്കിത് ഓഫാക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ മാക്രോണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിന്ന് നോക്കാം കേട്ടോ. പിന്നെ ചൂടുള്ള ചായയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമായിരിക്കും എന്ന് കരുതുന്നു. കളറിന്റെ സീറ്റുമൊക്കെ പോന്നിക്കാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരലുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ചാടിച്ചാൽ നല്ല രസമാണ്. അപ്പൊ അതാ ഗൈസ്, ഞങ്ങൾ ചാടിച്ചതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ആപ്പപ്പാന്റെ കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ, റിഷു. അപ്പൊ ഞങ്ങൾ ഓനക്കും ചായ എടുക്കട്ടെ കേട്ടോ. നമുക്ക് നോക്കി ചായ അടിച്ചിട്ടോ. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.